ഹലോ, വെൽക്കം ടു XandY. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഷുവർ ഷോർട്ട് സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലുള്ള ദ ബയോളജി ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസും അതിൻ്റെ ആ ഏരിയാസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഡ്യൂ ടു ദ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെനസ് വർക്ക് ദ മസിൽസ് ഓഫ് എ പേഴ്സൺ ബിക്കം എക്സോസ്റ്റഡ്. കുറേ പണിയെടുത്തപ്പോൾ, കുറേ വർക്ക് ചെയ്തപ്പോൾ, കുറേ എക്സസൈസ് ഒക്കെ ചെയ്തപ്പോൾ ഒരാളുടെ മസിൽ എന്ത് ചെയ്യും? എക്സോസ്റ്റഡ് ആയി ആൻഡ് ടെമ്പററി ലോസ്റ്റ് ദ ability to contract. അപ്പോൾ എന്ത് കോൺട്രാക്ട് ചെയ്യാനുള്ള ആ എബിലിറ്റി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കണ്ടീഷൻ? ഈ കണ്ടീഷൻ്റെ പേരെന്താണ്? ഹൗ ഈസ് ദിസ് കണ്ടീഷൻ സോൾവ് ബൈ ടേക്കിംഗ് റെസ്റ്റ്? എന്തുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ കണ്ടീഷൻ? യെസ്, നമുക്കറിയാം, മസിൽ ഫറ്റീഗ് ആണ് അല്ലേ? മസിൽ ഫറ്റീഗ് എപ്പോഴാണ് സംഭവിക്കുക? ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട്. എപ്പോഴാണ് നമുക്ക് റെസ്പിറേഷൻ രണ്ട് രൂപത്തിൽ നടക്കും. ഒന്നെന്താണ്? എയറോബിക് റെസ്പിറേഷൻ, രണ്ടാമത്തത് അനേറോബിക് റെസ്പിറേഷൻ. അതായത് കുറേ പണിയെടുക്കുമ്പോൾ അവിടേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്താൻ മാത്രമുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നില്ല, അതിന് മാത്രം വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യും? അവിടെ മസിൽസിൽ റെസ്പിറേഷൻ നടക്കാൻ, എയറോബിക് റെസ്പിറേഷൻ നടക്കാനുള്ള ഓക്സിജൻ എത്താത്തത് കൊണ്ട് തന്നെ അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അനേറോബിക് റെസ്പിറേഷൻ നടന്നാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, അനേറോബിക് റെസ്പിറേഷൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ് അല്ലേ? ആ ലാക്റ്റിക് ആസിഡ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓൺ ടേക്കിംഗ് റെസ്റ്റ് ലാക്റ്റിക് ആസിഡ് ഈസ് ഡിസ്പെൽ ഫ്രം ദ മസിൽസ് ആൻഡ് ദേ റീഗെയിൻ ദ കപ്പാസിറ്റി ഓഫ് കൺട്രാക്ഷൻ. ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുമ്പോഴാണ് കൺട്രാക്ഷനുള്ള ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം എന്താ? ആ ആക്റ്റിനും മയോസിൻ ഫിലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ആ രൂപത്തിലൊക്കെ ആ ഒരു പിന്നെ പല എൻസൈംസിനെയും എന്ത് ചെയ്യും? ഈ ലാക്റ്റിക് ആസിഡ്സിൻ്റെ പ്രസൻസ് ആ ഒരു കൺട്രാക്ഷൻ, ആ ഒരു ബൈൻഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തടയും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൺട്രാക്ഷൻ നടക്കാത്തത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യും? ഡിസ്പെൽ ചെയ്യപ്പെട്ടു പോകും. അപ്പോൾ മസിൽസ് വിൽ റീഗെയിൻ ഇറ്റ്സ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്. ഓക്കെ, ഇനി സർട്ടൻ മൂവ്മെൻറ്റ്സ് ഇൻ ടച്ച് മീ നോട്ട് പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ. ടച്ച് മീ നോട്ട് പ്ലാന്റ്സ്, തൊട്ടാവാടി അല്ലേ? അതിലുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതിനൊന്ന് അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. റൂട്ട്സ് ഗ്രോ ടുവേർഡ്സ് വാട്ടർ. റൂട്ട്സ് എന്ത് ചെയ്യും? വാട്ടറിനടുത്തേക്ക് ഗ്രോ ചെയ്യുന്നു. സ്റ്റെം ഗ്രോസ് ടുവേർഡ്സ് സൺലൈറ്റ്. സ്റ്റെം എന്ത് ചെയ്യും? സൺലൈറ്റിലേക്ക്, അതിൻ്റെ ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യും. വെൻ വി ടച്ച് ലീവ്സ് ഫോൾ. നമ്മൾ തൊടുമ്പം ലീവ്സ് എന്ത് ചെയ്യും? ഫോൾഡ് ആയിപ്പോൾ. അപ്പോൾ ഇതിൽ നമുക്കറിയാം, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആദ്യത്തെ രണ്ടെണ്ണം ഒരു സ്റ്റിമുലസിനെ അനുസരിച്ചുള്ള ഗ്രോത്ത് ആണ് പറയുന്നത്. മൂന്നാമത്തത് സി എന്ന് പറയുന്നത് ആ നിലക്കുള്ള ഒരു മൂവ്മെൻ്റ് അല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്കറിയാം. വിച്ച് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഈസ് മെൻഷൻ ഇൻ എ ആൻഡ് ബി? എ ആൻഡ് ബിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ഏതാണ്? ട്രോപ്പിക് മൂവ്മെൻറ്റുകളാണ് അല്ലേ? അക്കോർഡൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസിന് അനുസരിച്ചുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സിയിലുള്ള എന്താണ്? നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റിമുലസിന് അനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റ് അല്ല ഉണ്ടാവുക. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ പല മൂവ്മെൻറ്റുകൾ, ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഹൗ ഡസ് റെഗുലർ എക്സസൈസ് ബിക്കം അഡ്വാൻറ്റേജസ് ടു ദ ഫോളോയിങ് സിസ്റ്റം? സർക്കുലേറ്ററി സിസ്റ്റം, മസ്കുലർ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനെ കുറിച്ചും നമുക്കറിയാം അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ എങ്ങനെ എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ കാർഡിയാക് മസിൽസ് സ്ട്രോങ് ആകും. അതുപോലെ തന്നെ പൾമണറി പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കം മോർ എഫക്റ്റീവ് ആകും. അതുപോലെ തന്നെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ആവും. അതേപോലെ തന്നെ നമ്മുടെ മസിൽസ് ആണെങ്കിൽ മോർ കാപ്പിലറീസ് ഫോംഡ്. അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് മസിൽസ് ഇൻക്രീസ് ആകും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്ട്രയേറ്റഡ്, അതുപോലെ തന്നെ സ്മൂത്ത് കാർഡിയാക് മസിൽസ്. ഇതിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദയവ് ചെയ്ത് എക്സാമിന് പോകരുത്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സ്കെൽറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. സിലിണ്ട്രിക്കൽ സെൽസ് ആണ്. അതിൻ്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ആർ സീൻ, അതുകൊണ്ടാണ് അതിനെ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. മേക്ക് വോളണ്ടറി മൂവ്മെൻറ്റ്, നമ്മൾ വിചാരിച്ചു കൊണ്ടുള്ള എൻ്റെ കൈ ഇങ്ങനെ പൊക്കണം എന്ന് വിചാരിച്ചാൽ അവിടെ എന്താണ് ആ മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത് സ്കെലിറ്റൽ മസിൽസ് പ്രകാരമാണ് അല്ലേ. അപ്പോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആർ പോസിബിൾ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് സ്കെലിറ്റൽ മസിൽസ് അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് അല്ലെങ്കിൽ സ്ട്രിപ്ഡ് മസിൽസ്. ഇനിയോ സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് സീൻ ഇൻ വിത്ത് ഇൻറ്റേർണൽ ഓർഗൻസ്, സ്റ്റൊമക്ക്, അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ബ്ലഡ് വെസൽസ്, അതിനോടൊക്കെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, സ്മൂത്ത് മസിൽസ് കാണാൻ സാധിക്കുക. സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ആണ് അല്ലേ, സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ആണ്, സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ആണ്. നോ സ്ട്രയേഷൻസ്, അതുകൊണ്ടാണ് നോൺ സ്ട്രയേറ്റഡ് എന്ന് പറയുന്നത്. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് പോസിബിൾ, നമ്മൾ വിചാരിക്കാതെയുള്ള മൂവ്മെൻറ്റുകൾ അല്ലേ, നമ്മൾ വിചാരിച്ചിട്ടല്ല ഓരോ സമയത്തും ഇങ്ങനെ പിന്നെ നമ്മുടെ ഡൈജഷൻ നടക്കുന്നതും അബ്സോർപ്ഷൻ നടക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് മൂവ്മെൻറ്റുകൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നില്ലേ, നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ്. ഇനി കാർഡിയാക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഹാർട്ട് എന്ന് ഓർമ്മ വരണം അല്ലേ. സീൻ ഓൺ ദ വാൾസ് ഓഫ് ദ ഹാർട്ട്. ബ്രാഞ്ച്ഡ് സെൽസ് ആണ്. സ്ട്രയേഷൻസ് ആർ സീൻ, അതുപോലെ തന്നെ മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് പോസിബിൾ. നമ്മുടെ ഹാർട്ട് അടിക്കുന്നതും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും ഹാർട്ട് അടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തല്ല, നമ്മൾ വിചാരിച്ചു കൊണ്ട് അടിപ്പിക്കുന്നതല്ല, അതെന്താണ്, അതും ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ ജോയിൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ നേരത്തെ മസിൽസ് പഠിച്ചു, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജോയിൻസ് എന്ന് പറയുന്നത്. ഈ ടേബിളിലുള്ള കാര്യങ്ങളെല്ലാവരും കൃത്യമായി തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. പൈവോട്ട് ജോയിൻ, ഹിഞ്ച് ജോയിൻ, അതുപോലെ തന്നെ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ, ഗ്ലൈഡിംഗ് ജോയിൻ. എന്താണ് പൈവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്? ഇനേബിൾസ് മൂവ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അതായത് നമ്മുടെ ഫസ്റ്റ് വേർട്ടിബ്ര സ്കള്ളുമായിട്ട് ജോയിൻ ചെയ്യുന്നത് പോലെ പലതരത്തിലുള്ള പല ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലേക്കുള്ള മൂവ്മെൻറ്റ്സ് പോസിബിൾ ആക്കുന്നുണ്ട്. ഹിഞ്ച് ജോയിൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഒരു വാതിലിൻ്റെ ഒരു വിജാഗിരിയൊക്കെ മാതിരി ഇനേബിൾസ് മൂവ്മെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ അലോൺ ലൈക്ക് ഹിൻ. അതായത് ഒരു ഡയറക്ഷനിലേക്ക് അലോൺ അല്ലേ, വൺ ഡയറക്ഷൻ അലോൺ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം. ഒരു വാതിലൊക്കെ തുറക്കുന്ന മാതിരി, വാതിൽ ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഒരു വിജാഗിരി എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. എന്താണ് എൽബോ ജോയിൻറ്റും നീ ജോയിൻറ്റും ഒക്കെയാണ് എക്സാമ്പിൾ അടക്കം പഠിച്ചു നോക്കണം കേട്ടോ. ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഓർമ്മ വരും അല്ലേ, ബോൾ ആൻഡ് സോക്കറ്റ്. ഇത് ബോൾ ഒരു സോക്കറ്റിലേക്ക് ഇറുക്കി വെച്ച മാതിരി ഉള്ള പല ഓൾ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് എന്ത് ചെയ്യും, ഇതൊരു സോക്കറ്റാണ്, ഇതൊരു ബോളാണ്. പല സ്ഥലത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഏരിയയിലേക്കും എല്ലാ ഡയറക്ഷനിലേക്കും നമുക്കത് ചെയ്യാൻ പറ്റും. ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റുമാണ് എക്സാമ്പിൾ. ഗ്ലൈഡിംഗ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഫോം ബിറ്റ്വീൻ ബോൺസ് ദാറ്റ് മീറ്റ് അറ്റ് ഫ്ലാറ്റ് ഓർ നിയർലി ഫ്ലാറ്റ് ആർട്ടിക്കുലർ സർഫസസ്. ഫ്ലാറ്റ് അല്ലെങ്കിൽ നിയർലി ഫ്ലാറ്റ് ആയിട്ടുള്ള ആർട്ടിക്കുലർ സർഫസിലാണ് അത് മീറ്റ് ചെയ്യുക. ഇറ്റ് അലൗസ് ഓൺലി ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്. റിസ്റ്റും അതുപോലെ തന്നെ ആംഗിൾ ജോയിൻ്റ് ഒക്കെ അതിനുള്ള എക്സാമ്പിളാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഫ്രീക്വൻ്റ് ആയി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഫിഗറാണ്. നമ്മൾ പൊതുവേ ബയോളജിയിൽ പറയണ്ടല്ലേ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ ജോയിൻറ്റിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് റീഡ്രോ ചെയ്യാനും മാർക്ക് ചെയ്യാനും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് ലാബൽ പാർട്സ് എ ബി ആൻഡ് സി. ഓക്കെ, എ എന്താണ്, ബി എന്താണ്, സി എന്താണ് നമുക്കറിയാം. ഇതാണ് ഈ ഫിഗറാണ് അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ഫിഗറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പുറത്തുള്ള ഈ ക്യാപ്സ്യൂളിനെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചിലപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായി കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കുത്തിട്ട് തന്നിട്ടുണ്ട്. അതെന്താണ്, ഫ്ലൂയിഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സൈനോവിൽ ഫ്ലൂയിഡാണ് അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ കാർട്ടിലേജ് ആണ് അല്ലേ. അപ്പോൾ ആ നിലക്ക് കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏത് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രൂപത്തിൽ ആ ഡയഗ്രംസ് നമുക്ക് പക്കാ ക്ലിയർ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ഡയഗ്രംസും മറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം മാത്രമേ നമുക്ക് ഇത്തരം ചെറിയ സെഷൻസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ല രൂപത്തിൽ തന്നെ എക്സാമിന് പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്കുറപ്പുണ്ട്. നിങ്ങളും നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഓക്കെ, താങ്ക് യു.